ടോപ്പ് ആൻഡ് ടേസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എന്റെ റെസിപ്പി മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന പൊറോട്ടയാണ്. വളരെ ടേസ്റ്റും സോഫ്റ്റുമായിട്ടുള്ള ഈ പൊറോട്ട ഉണ്ടാക്കുന്ന 2 രീതികൾ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. തീർച്ചയായും ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഇത് തയ്യാറാക്കാനായി 1 കിലോ മൈദ മാവ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം 1 മുട്ട, 2 സ്പൂൺ പഞ്ചസാര, ഉപ്പ്, സോഡാപ്പൊടി, സൺഫ്ലവർ ഓയിൽ. ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കാം. അതിലേക്ക് മുട്ടയും പഞ്ചസാരയും സോഡാപ്പൊടിയും ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഈ മാവിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് സാവധാനം ഇതൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒരുപാട് വെള്ളം ചേർക്കരുത്. കുറച്ച് വെള്ളം ചേർത്ത് വേണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് നമ്മൾ മാവ് കുഴയ്ക്കുന്നതിൽ നിന്നും അല്പം ലൂസായിട്ട് നമുക്കിതിനൊന്ന് കുഴച്ചെടുക്കാം. ഇതിന് നമുക്ക് ടേബിൾ ടോപ്പിലേക്ക് നമുക്ക് മാറ്റാം. ഈ രീതിയിൽ നമ്മളൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മാവിനെ ഏകദേശം ഒരു 15 മിനിറ്റോളം ഞാൻ ഈ കാണിക്കുന്നത് പോലെ നിങ്ങൾ നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. മാവ് നല്ലതുപോലെ സോഫ്റ്റ് ആകുന്നത് വരെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ മാവ് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഇത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് സൺഫ്ലവർ ഓയിലാണ്. എല്ലാ ഭാഗത്തും ഓയിൽ പുരട്ടിയതിന് ശേഷം ഒരു നനഞ്ഞ ടവൽ കൊണ്ട് നമുക്കിതിനൊന്ന് മൂടിയിടാം. ഏകദേശം 1 മണിക്കൂർ വരെ നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കണം. 1 മണിക്കൂറിന് ശേഷം നമുക്കിതിന്ന് ഒരു കത്തി ഉപയോഗിച്ച് 2ആയി കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിനെ ഉരുളകളാക്കി എടുക്കണം. ഞാനിവിടെ ഒരല്പം വലുപ്പത്തിലാണ് ഉരുള ഉണ്ടാക്കി എടുക്കുന്നത്. ഈ ഒരൊറ്റ ഉരുളയിൽ തന്നെ നമുക്ക് 2 പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ 11 ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ പുരട്ടി കൊടുക്കാം. എണ്ണ പുരട്ടി വീണ്ടും നമുക്ക് ഒരു ടവൽ കൊണ്ട് മൂടിയതിനു ശേഷം ഇതിനെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി മാറ്റി വയ്ക്കണം. അരമണിക്കൂറിന് ശേഷം ഒരു ഉരുള എടുത്ത് കൈ കൊണ്ട് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ നല്ലതുപോലെ ഒന്ന് പരത്തി അതിന്റെ പുറത്തേക്ക് എണ്ണ പുരട്ടിയതിനു ശേഷം ഒരു കൈ അതിന്റെ അടിയിലും മറ്റേ കൈ അതിന്റെ പുറത്തും പിടിച്ച് നമുക്കിതിനെ ഒന്ന് വീശി അടിക്കാം. ഇത് തിന്നായി കിട്ടുന്നത് വരെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊരു കത്തി ഉപയോഗിച്ച് ഇതിനെ 2ആയിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് ഒരു പാർട്ട് നമുക്ക് കയ്യിലെടുത്തതിന് ശേഷം ഈ കാണിക്കുന്ന പോലെ നമുക്കൊന്ന് ചുരുട്ടിയെടുക്കാം. മറ്റേ പാർട്ടും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് വീശാൻ പറ്റുന്നില്ല എന്നുള്ളവർക്ക് നമുക്ക് വേറെ രീതി ട്രൈ ചെയ്യാം. ഒരു ചപ്പാത്തി പലക എടുത്ത് നമുക്കൊരു ബോളിനെ വളരെ തിന്നാക്കി നമുക്കതിനെ ഒന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം ഇതിനെ ഒരു കത്തി ഉപയോഗിച്ച് വീണ്ടും കട്ട് ചെയ്ത് നമ്മൾ പഴയതുപോലെ തന്നെ ഒന്ന് ചുട്ടിയെടുക്കാം. എല്ലാ ബോളുകളും ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു ടവൽ ഉപയോഗിച്ച് ഇതിനെ ഒന്ന് മൂടിയിടാം. ഇല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് പൊറോട്ട ചുട്ടെടുക്കാം. അതിനായി നമ്മൾ ചുരുട്ടി വെച്ചിരുന്നതായ ഓരോ ബോളുകളായി എടുത്ത് ഒന്നുകിൽ ഒരു ചപ്പാത്തി പലക കൊണ്ട് പരത്തുകയോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ച് പരത്തുകയോ ചെയ്യാം. ചുട്ടെടുക്കാനായി നെയ്യും സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടായതിനു ശേഷം നല്ലതുപോലെ എണ്ണ പുരട്ടി അതിലേക്ക് പൊറോട്ട ഇട്ട് കൊടുക്കാം. വീണ്ടും ഇതിന്റെ പുറത്തേക്ക് നമുക്ക് എണ്ണ നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിടാം. മറിച്ചിട്ട് കഴിഞ്ഞ് ഈ 2 സൈഡും ഒന്ന് ചുവന്ന് വരുമ്പോൾ നമുക്കിതിനെ കല്ലിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാം. ഇനി ചുട്ടെടുത്ത പൊറോട്ടയെല്ലാം ചൂടോടുകൂടെ തന്നെ നമുക്ക് ടേബിൾ ടോപ്പിലേക്ക് മാറ്റി ഇതിനെ ഒന്ന് അടിച്ചെടുക്കണം. എന്നാൽ മാത്രമേ ഇതിന്റെ ലെയറുകളൊക്കെ നമുക്ക് ഇളകി വരത്തുള്ളൂ. വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. മാത്രമല്ല എന്നെ സപ്പോർട്ട് ചെയ്യുകയും വേണം.